ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് കൃതികൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് കൃതികളാണ് രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും. രൂത്ത് ഒരു മൊവാബിയ സ്ത്രീയാണ്, എസ്തർ ഒരു യഹൂദ സ്ത്രീയാണ്. മൂന്നാമത്തെ ചോദ്യം: രൂത്തും എസ്തറും തങ്ങളുടെ സ്വന്തം ജീവിതത്തിലൂടെ എന്താണ് വ്യക്തമാക്കിയത്? മൊവാബി സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തേറും രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും അവരവരുടെ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവരാണ്. അവർ ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയാണ് സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കിയത്. നാലാമത്തെ ചോദ്യം: പഴയ നിയമത്തിൽ യഹൂദ വംശജയല്ലാത്ത ഒരു സാധാരണക്കാരി സ്ത്രീയുടെ പേരിൽ കാണപ്പെടുന്ന പുസ്തകം. രൂത്തിൻ്റെ പുസ്തകം. തൻ്റെ ഏത് പ്രവൃത്തിയിലൂടെയാണ് രൂത്ത് മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ടത്? തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തതുവഴി മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ട ആളാണ് രൂത്ത്. അടുത്ത ചോദ്യം: രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത് എന്താണ്? നീതിമാനായ ദൈവം രൂത്തിനെ അവൾ കാലാ പെറുക്കാൻ പോയ വയലിൻ്റെ നാഥയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങളാണ് നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം: 3 വിധവകളുടെ ചരിത്രത്തിലൂടെ ഡാഷ് അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ മനോഹര ചിത്രം രൂത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. 3 വിധവകളുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ മനോഹര ചിത്രം നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന വിവരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ വിവരണം യഹോവയാം ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം. അതുപോലെ തന്നെ മശിഹൈക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം എടുത്തു കാണിക്കുന്ന ഒരു വിവരണം എന്നതിനപ്പുറമായി ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം കൂടിയാണ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. യഹോവയാം ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം ഇവിടെ കാണാം. അതുപോലെ മശിഹൈക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം എടുത്തു കാണിക്കുന്ന ഒരു വിവരണം എന്നതിനപ്പുറമായി ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം കൂടിയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം: രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഏത് കാലഘട്ടത്തിൽ നടന്നവയാണ്? ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ 11 വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എലിമലേക്കിൻ്റെയും നൊവോമിയുടെയും മക്കളുടെ പേരുകൾ: മഹ്ലോനും കില്യോനും. അതുപോലെ മഹ്ലോനും കില്യോനും മോവാബിയരായ രൂത്തിനെയും ഓർപ്പയും വിവാഹം കഴിച്ചു. അപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എലിമലേക്ക്, നൊവോമി, മഹ്ലോൻ, രൂത്ത്, കില്യോൻ, ഓർപ്പ. അടുത്ത ചോദ്യം: എലിമലേക്ക് കുടുംബത്തെയും കൂട്ടി യഹൂദിയയിലെ ബെത്ലഹേമിൽ നിന്ന് എവിടേക്കാണ് പരദേശിയായി പാർപ്പാൻ പോയത്? മോവാബ് ദേശത്ത്. രൂത്തിൻ്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 4 അധ്യായങ്ങൾ. രൂത്ത് നവോമിയോടും നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം എവിടേക്കാണ് പോയത്? നമുക്കറിയാം, 2 മരുമക്കളിൽ ഒരു മരുമകളായിട്ടുള്ള ഓർപ്പ നവോമിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നവോമീനെ വിട്ടുപോകുന്നു. പക്ഷെ രൂത്ത് നവോമിയോടും നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് പോകുന്നു. ഇനി അടുത്ത ചോദ്യം: രൂത്ത് ആരുടെ വയലിലാണ് കാല പെറുക്കാൻ പോയത്? ബോവസിൻ്റെ വയലിൽ.
രൂത്തിൻ്റെയും ബോവസിൻ്റെയും മകൻ്റെ പേരെന്താണ്? ഓബേദ്. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഡാഷ് സാർവത്രികമാണ്. ഇനി അവിടെ വേറൊരു ചോദ്യം ചോദിക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ്, വിശദീകരിക്കുക. അവിടെ അപ്പോൾ പറയേണ്ടത് ബോവസ് രൂത്തിനെ വീണ്ടെടുപ്പുകാരനായി മാറിയ സംഭവം, അതുപോലെ യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി മാറിയ കാര്യവും. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ്. അവിടെ പുരുഷനും സ്ത്രീയും യവനനും യഹൂദനും പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവത്തിനുമുമ്പാകെ ഒന്നാകുന്ന അനുഭവമാണ് ഉള്ളത്. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകം എസ്തറിൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകമാണ് എസ്തറിൻ്റേത്. അടുത്ത ചോദ്യം, എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും കാണുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് ഡാഷ് എസ്തറിൻ്റെ പുസ്തകം. അടുത്ത ചോദ്യം, പൂരീം എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദ ആഘോഷത്തിന് പിന്നിലുള്ള കഥ എന്താണ്? യഹൂദർക്കെതിരെ പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഉപജാപത്തിൻ്റെയും തൽഫലമായി ഉണ്ടാകാനിരുന്ന വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട ഒരു പേർഷ്യൻ രാജ്ഞിയുടെ ഇടപെടൽ വഴി യഹൂദരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ കഥയാണിത്. അതുപോലെ അവിടെ വേറൊരു ചോദ്യം ചോദിക്കാവുന്നത്, ഈ കഥയിൽ നിന്ന് എന്താണ് വ്യക്തമാവുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ദൃശ്യമാവുന്നത്? ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ് അവിടെ നടക്കുന്നത്, അല്ലേ? യഹൂദർക്കെതിരെ വരാനിരുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട പേർഷ്യൻ രാജ്ഞിയുടെ ഇടപെടൽ വഴി യഹൂദരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ കഥയാണ് അവിടെ കാണുന്നത്. അതിൽ കൂടെ ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ് നമുക്ക് ദൃശ്യമാവുന്നത്. ഇനി അടുത്ത ചോദ്യം, എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ പറയുന്നുണ്ട് എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും കാണുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ്. അതുപോലെ പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകമാണ്. പൂരീം എന്ന് പറയുന്ന യഹൂദ ആഘോഷത്തിന് പിന്നിലുള്ള കഥ ഈ പുസ്തകത്തിലാണുള്ളത്. അതുപോലെ ആ ആഘോഷത്തിന് പിന്നിലുള്ള കഥ എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അതും അവിടെ എഴുതാം. അതുപോലെ എസ്തറിൻ്റെ പുസ്തകം ജൂതന്മാരുടെ പൂരീം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് ചുരുളിൽ നിന്ന് 2 തവണ സിനഗോഗിൽ ഉച്ചത്തിൽ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ പുരീം തിരുനാളിലെ സായാഹ്നത്തിലും അടുത്ത പ്രഭാതത്തിലും ഈ പുസ്തകത്തിൻ്റെ സമ്പൂർണ്ണ പാഠം യഹൂദർ ഉറക്കെ വായിക്കുന്നത് പതിവാണ്. ഇനി അടുത്ത ചോദ്യം അതുതന്നെയാണ്, എപ്പോഴൊക്കെയാണ് എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ സമ്പൂർണ്ണ പാഠം യഹൂദർ ഉറക്കെ വായിക്കുന്നത്? പൂരീം തിരുനാളിലെ സായാഹ്നത്തിലും അടുത്ത പ്രഭാതത്തിലും. 23ാമത്തെ ചോദ്യം, പൂരീം എന്ന യഹൂദ ആഘോഷത്തിന് പിന്നിലുള്ള കഥ ഏത് പുസ്തകത്തിലാണ് കാണുന്നത്? എസ്തറിൻ്റെ പുസ്തകത്തിൽ. ജൂതന്മാരുടെ പൂരീം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദു എസ്തറിൻ്റെ പുസ്തകമാണ്. 25ാമത്തെ ചോദ്യം, എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ കൈയെഴുത്ത് ചുരുളിൽ നിന്ന് എത്ര തവണയാണ് സിനഗോഗിൽ ഉച്ചത്തിൽ വായിക്കുന്നത്? 2 തവണ. എബ്രായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാത്ത പുസ്തകം എസ്തറിൻ്റെ പുസ്തകം. എബ്രായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാത്ത പുസ്തകമാണ് എസ്തറിൻ്റെ പുസ്തകം. ആരുടെ ഭരണകാലത്താണ് എസ്തറിൻ്റെ പുസ്തകത്തിലെ ഉള്ളടക്കമായുള്ള സംഭവങ്ങൾ നടക്കുന്നത്? അഹശ്വേരോഷ് രാജാവിൻ്റെ ഭരണകാലത്താണ് പുസ്തകത്തിലെ ഉള്ളടക്കമായുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ് എസ്തറിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ നടന്നത്? ആരുടെ എഴുത്തുകളിലാണ് ഈ ചിന്തയ്ക്ക് ഊന്നൽ നൽകുന്നത്? ഇവിടെ പറയുന്നുണ്ട്, അഹശ്വേരോഷ് രാജാവ് തീർച്ചയായും സക്സസ് ഒന്നാമനാണെന്ന് അനുമാനിച്ചാൽ എസ്തറിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഏകദേശം BC 483-482 വർഷങ്ങളിൽ ആരംഭിച്ച് BC 473 അവസാനിക്കുന്നവ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ജോസീഫസ്, ജൂത വ്യാഖ്യാനമായ എസ്തർ റബ്ബ, സുറിയാനി സഭാപിതാവായ ബാർ എബ്രായ എന്നിവരുടെ എഴുത്തുകളിലും ഈ ചിന്തയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. എന്താണ് മെഗില്ലറ്റ് എസ്തർ? 1-ാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ പ്രഖ്യാപിച്ച എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് മെഗില്ലറ്റ് എസ്തർ അല്ലെങ്കിൽ എസ്തറിൻ്റെ പുസ്തകം. അതായത് 1-ാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ
പ്രഖ്യാപിച്ച എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകമാണ് മെഗില്ലറ്റ് എസ്തർ. അടുത്ത ചോദ്യം, ടാൽമുഡ് അനുസരിച്ച് ആരെഴുതിയ മൂലഗ്രന്ഥത്തിൻ്റെ സംഗ്രഹമാണ് മെഗില്ലറ്റ് എസ്തർ? മൊർദെഖായി. ടാൽമുഡ് അനുസരിച്ച് മൊർദെഖായി എഴുതിയ ഒരു മൂലഗ്രന്ഥത്തിൻ്റെ സംഗ്രഹമായിരുന്നു മെഗില്ലറ്റ് എസ്തർ. അതുപോലെ അവിടെ പറയുന്നുണ്ട്, ഇത് സാധാരണയായി BC 4-ാം നൂറ്റാണ്ടിലേതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്ത ചോദ്യം, സെപ്റ്റുവജിൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ്തറിൻ്റെ ഗ്രീക്ക് പുസ്തകത്തെ എബ്രായ എസ്തർ പുസ്തകവുമായി വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ പുസ്തകം എന്നാണ് പ്രചാരത്തിലായത്? ഇവിടെ പറയുന്നുണ്ട്, സെപ്റ്റുവജിൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ്തറിൻ്റെ ഗ്രീക്ക് പുസ്തകം. അത് വേറൊരു ചോദ്യമാണ്. സെപ്റ്റുവജിൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്തറിൻ്റെ ഗ്രീക്ക് പുസ്തകം. എബ്രായ എസ്തർ പുസ്തകത്തിലെ സംഭവങ്ങളുടെ ഒരു വിവർത്തനമല്ല, മറിച്ച് പരമ്പരാഗത എബ്രായ പതിപ്പിൽ കാണാത്ത അധിക പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സെപ്റ്റുവജിൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ്തർ ഗ്രീക്ക് പുസ്തകം എന്ന് പറയുന്നത് എബ്രായ എസ്തർ പുസ്തകത്തിൻ്റെ ജസ്റ്റ് ഒരു വിവർത്തനമല്ല, അതിൽ ഇല്ലാത്ത കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത എബ്രായ പതിപ്പിൽ കാണാത്ത അധിക പാരമ്പര്യങ്ങളൂടെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാണുന്ന രീതിയിൽ BC 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഈ പുസ്തകം പ്രചാരത്തിലായതെന്ന് കണക്കാക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, എസ്തറിൻ്റെ പുസ്തകത്തിലുടനീളം പ്രകടമാകുന്നത് എന്താണ്? സാന്മാർഗിക തത്വങ്ങൾ. അടുത്ത ചോദ്യം, എസ്തറിൻ്റെ പുസ്തകത്തിലെ കാതലായ തത്വം എന്താണ്? നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളതാണ് എസ്തറിൻ്റെ പുസ്തകത്തിലെ കാതലായ തത്വം. ഇനി അടുത്ത ചോദ്യം, എസ്തറിൻ്റെ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അവിടെ പറയുന്നുണ്ട്, ഒരു സമുദായത്തിൻ്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇതാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്ലൈഡ്സിലൊക്കെ ചിലപ്പം ചില മിസ്റ്റേക്സ് ഒക്കെ കാണാൻ സാധിക്കും. കാരണം അത് ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൻ്റെയാണ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് റെഫർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.